എന്നിലെ എല്ലിനാൽ പടച്ച പെണ്ണെ, കച്ചെ മണ്ണിലായി പിറന്ന പെണ്ണെ, എന്നിലെ റൂഹിന്റെ പകുതിയല്ലേ, എന്നിലെ നൂറായി നിറഞ്ഞതല്ലേ, എന്നിലെ വെളിച്ചവും നീയേ, മുത്തായി മാലയല്ലേ, എന്നിലെ ഇഷ്കില്ലേ ആരും കാണാവോളിയും നീയേ, എന്റെ കിതാബിലെ പെണ്ണേ, എന്റെ കിതാബിലെ പെണ്ണേ. So this song, ഇത് അറിയാലോ, എന്നും എന്റെ മൊയ്തി എന്ന് പറയുന്ന സിനിമയില് ഒന്നോ രണ്ടോ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പെർട്ടിക്കുലർ സോങ് മാത്രം ചെയ്തത് ഗോപി സുന്ദറാണ്. ആൻഡ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതിനെല്ലാം അവാർഡൊക്കെ കിട്ടിയതും ഒത്തിരി പേർക്ക് ഇഷ്ടം വേറെ മറ്റേ കാത്തിരുന്നൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ സോങ് ഭയങ്കരമായി ഇമോഷണലി ഡീപ്പാണ്. ഈ മൂവിയെ കുറിച്ച്, സോങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. ഈ മൂവി അത് റിയൽ ലൈഫ് ഇൻസിഡന്റ് ബേസ്ഡ് ആണ്. മൊയ്തി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ഭയങ്കര ഡിവോട്ടഡ് ആയിട്ട് പ്രേമിച്ചിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. പക്ഷെ അവർ സൊസൈറ്റിയുടെ കുറച്ച് നോംസ് കാരണം അവർ യോജിക്കുന്നില്ല. ഫാമിലിയും വിഷമിപ്പിക്കണ്ട, സൊസൈറ്റിയും വിഷമിപ്പിക്കണ്ട, മാക്സിമം വെയിറ്റ് ചെയ്യാം. എൻ്റെ കസിൻസ് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അവരുടെ എല്ലാം ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ അവരുടെ എല്ലാം ലൈഫിനെ ഒരു സ്റ്റേജിൽ എത്തിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഇന്നത്തെ കാലത്ത് ഒരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഒരു ലവ് കാണിക്കുന്നത്. ഇതാണ് ശരിക്കും ട്രൂ ലവ്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നും ഉണ്ടാവും. പക്ഷെ ഇതിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ഇപ്പൊ ഫുൾ എന്താ പറയുന്നത്, ഒരു പോളിഷ്ഡ് ലവാണ്. പുറത്തൊരു ടോപ്പ് ലെയറിൽ ലവ് ഉണ്ട്, താഴോട്ടൊന്നുമില്ല. കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമില്ല, കൂടെ ജീവിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഒരു ദിവസം, 2 ദിവസം, 10 ദിവസം ലെറ്റ്സ് ഹാവ് എ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു പോകും. ഓക്കെ, ഞാൻ പറയുമ്പോൾ വിചാരിക്കും ഞാൻ മറ്റേ അങ്കിൾ വൈബോ എന്താ തന്ത വൈബോ അങ്ങനെയൊക്കെ പറയുമല്ലോ. അങ്ങനെയാണെന്ന്. അങ്ങനെയല്ല. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും സ്നേഹമുണ്ടോ, പ്രണയമുണ്ടോ, നിങ്ങൾ അത് വിട്ടുകൊടുക്കാൻ റെഡിയായിരിക്കും. വിഷമം അങ്ങറ്റം ഉണ്ടാവും, ആ വിഷമത്തിലും സന്തോഷം ഉണ്ടാവും നിങ്ങൾക്ക്. ചിലപ്പോൾ ആയുഷ്കാലം നിങ്ങൾക്ക് ആ പ്രണയം മനസ്സിൽ തന്നെ കിടക്കും. അതുപോലത്തെ പ്രണയം ഇന്നുണ്ടെങ്കിൽ ഒത്തിരിയും സൂയിസൈഡ്സും ഒത്തിരിയും മേർഡേഴ്സും കുറയും. പണ്ട് ഈ മേർഡേഴ്സ് കേൾക്കാറില്ല. ഇന്നിപ്പോൾ ഒരാളിനെ ഇഷ്ടപ്പെട്ടു, എന്നിട്ട് കുറച്ചാൾ ജീവിച്ചു, പിന്നെ വേറൊരാളുടെ അടുപ്പം വന്നു എന്നൊക്കെ തോന്നുന്നു മറ്റേ ആളിനെ പോയി കൊല്ലുക, മറ്റേ ആളിനെ ഹാം ചെയ്യുക, ഹേർട്ട് ചെയ്യുക. പോകുന്നൊരു പോട്ടെ, നമ്മളെന്തിനാ എൻ്റെ പിറകെ പോകുന്നു? അതാണ് ശരിക്കുള്ള പ്രണയം. വിട്ടുകൊടുക്കാനും പഠിക്കണം, വെയിറ്റ് ചെയ്യാനും പഠിക്കണം. അല്ലെങ്കിൽ അത് പ്രണയമല്ല, ചുമ്മാ എന്തോ ഒരു ഫീലിംഗ്. അതിനെ ലവ് എന്നോ അല്ലെങ്കിൽ ട്രൂ ലവ് എന്നൊന്നും പറയരുത്, അതിനൊറ്റൊരു ബന്ധമില്ല. പിന്നെ ഉള്ളത് ഇപ്പോഴത്തെ റീൽസ് പ്രണയമാണ്. റീൽസ് കാണിക്കാൻ വേണ്ടി എല്ലാവർക്കും റീൽസ്. ആദ്യം ലവ് എന്ന് ഡേറ്റ് ചെയ്യുന്നു, ഗിഫ്റ്റ് വാങ്ങിക്കുന്നു, എൻഗേജ്മെന്റ്, ഹൽദി, മാരേജ്, പിന്നെ അതിനുശേഷം എന്തൊക്കെ എല്ലാ സാധനവും റീലാണ്. ചിലപ്പോൾ ആയുഷ്കാലം പോകും, ബട്ട് സ്റ്റിൽ അതിലൊന്നും ട്രൂ ലവ് ഇല്ല. ഓക്കെ, ഇതൊരു പ്രൊഫഷൻ പോലെ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മ്യൂസിക് കേൾക്കുമ്പോൾ, സോങ്സ് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ മൂവി കാണുമ്പോൾ ഈ മെസ്സേജും കൂടെ നമ്മൾ ഉൾക്കൊള്ളുക. മനുഷ്യത്വം നമുക്ക് വേണം. മ്യൂസിക്കിലൂടെ ഈസിയാണ്, കാരണം മ്യൂസിക്കിൽ ഭയങ്കര ഫീലുണ്ട്. ചുമ്മാ റാപ്പും റോക്കും ഒക്കെ അടിച്ച് നടക്കുന്നതിന് പകരം ഒന്ന് ഫീൽ ചെയ്ത് കേൾക്കാൻ നോക്കാം.